എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ട് VBG റാംജി പദ്ധതി ജൂലൈ 1 മുതൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 5ഇടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. ഒന്നാം മൻമോഹൻ സിംഗ് UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള 2 പതിറ്റാണ്ട് പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇതോടെ ഇല്ലാതെയാകുന്നത്. എന്നാൽ നിലവിലെ പദ്ധതിയുമില്ല, പുതിയ പദ്ധതിയുമില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പദ്ധതി വൈകിപ്പിക്കൽ തൊഴിൽ നഷ്ടം ഉണ്ടാക്കാനും കാരണമായി. ജൂലൈ 1 പ്രാബല്യത്തിൽ എത്തിയാൽ തന്നെ ഈ സാമ്പത്തിക വർഷം 9 മാസമേ തൊഴിൽ നൽകാനാകൂ. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്ന് ഏപ്രിൽ 1 പ്രാബല്യത്തിലാവേണ്ട പദ്ധതിയുടെ ചട്ടങ്ങൾക്ക് രൂപം നൽകാനുള്ള നടപടി സർക്കാർ ചട്ടങ്ങൾക്ക് രൂപം നൽകുന്നത് പുരോഗമിക്കുകയാണ് എന്ന് 2 മാസം മുമ്പേ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ചേർന്ന് കരട് ചട്ടങ്ങൾ തയ്യാറാക്കുകയാണ് എന്ന് തിങ്കളാഴ്ചത്തെ പ്രസ്താവനയിലും ആവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ പദ്ധതിയിൽ തൊഴിൽ ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ സർക്കാർ ഉത്തരവാദിയായിരുന്നു. പുതിയ നിയമപ്രകാരം ആ അവകാശം ഇല്ലാതെയാകുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ഇനി തൊഴിൽ ലഭിക്കുക. 60 ദിവസം വരെ തൊഴിലുറപ്പ് ജോലി നിർത്തിവെക്കാനും പുതിയ നിയമം പറയുന്നു. 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാം എന്നും പദ്ധതി പറയുന്നു. ഇത് കാർഷിക സീസണിൽ തൊഴിലില്ലാതെയാക്കും. പദ്ധതിയുടെ സ്ഥാപിക ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നതാണ് പുതിയ ബിൽ. പുതിയ പദ്ധതി പ്രകാരം വിഹിതം 40% സംസ്ഥാനം വഹിക്കണം. രാജ്യത്തുടനീളം 4 പുതിയ ലേബർ കോഡുകളാണ് ഇന്നു മുതൽ പൂർണ്ണമായും നടപ്പിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചട്ടങ്ങളുടെ ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. ഇതോടെ 29 വ്യത്യസ്ത തൊഴിൽ നിയമങ്ങൾ പിന്തുടരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രീതി ഇന്ന് അവസാനിച്ചു. അവയ്ക്ക് പകരം 4 പുതിയ ലേബർ കോഡുകൾ നിലവിൽ വരികയും ചെയ്തു. പുതിയ നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂർ ജോലി. പുതിയ നിയമപ്രകാരം ജോലി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ആഴ്ചയിൽ 48 മണിക്കൂറാണ്. അതിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഒരു ജീവനക്കാരനെയും അനുവദിക്കില്ല. വിവിധ വ്യത്യസ്ത മേഖലകളിൽ ജോലി സമയത്തിലുള്ള അനിശ്ചിതത്വമാണ് ഇതോടെ മാറുന്നത്. കൂടാതെ കമ്പനികൾ ആഴ്ചയിൽ 1 ദിവസം നിർബന്ധമായും അവധി നൽകണമെന്നും നിയമപരമായി നിർബന്ധമായിട്ടുണ്ട്. അധിക ജോലിക്ക് അധിക വേതനവും നൽകണം. അതായത് ഷിഫ്റ്റ് അവസാനിച്ച ശേഷവും ജീവനക്കാരെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിന് സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാറില്ല. പുതിയ ലേബർ കോഡ് പ്രകാരം ഈ രീതിക്കും മാറ്റം വരികയാണ്. ഇനി മുതൽ ഏതെങ്കിലും തൊഴിലുടമ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി എടുപ്പിക്കുന്നുണ്ട് എങ്കിൽ ഓവർ ടൈം വേതനം നൽകണം എന്നതാണ് നിബന്ധന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധമാക്കി. ചെറുകിട വ്യവസായങ്ങളിലോ അസംഘടിത മേഖലകളിലോ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ കൃത്യമായ രേഖകൾ നൽകാത്തതിനാൽ അവരെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ എളുപ്പമായിരുന്നു. ഈ പഴുതുകളും സർക്കാർ അടച്ചിട്ടുണ്ട്. പുതിയ നിയമമനുസരിച്ച് ഓരോ തൊഴിലുടമയ്ക്കും തൊഴിലാളിയെ നിയമിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകണം. ഇത് തൊഴിലാളിയും കമ്പനിയും തമ്മിലുള്ള സുതാര്യത വർദ്ധിപ്പിക്കുകയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പമായിട്ടുള്ള മറ്റൊരു നിയമം കൂടിയുണ്ട്. ഈ നിയമത്തിൽ ജീവനക്കാർക്ക് മാത്രമല്ല കമ്പനികൾക്കും വ്യവസായികൾക്കും വലിയ ആശ്വാസമാണ്. മുമ്പ് 21 വ്യത്യസ്ത നിയമങ്ങൾക്കനുസൃതമായിരുന്നു കമ്പനികൾ പേപ്പർ ജോലികൾ ചെയ്തിരുന്നത്. അവ 4 കോഡുകളായി ചുരുക്കിയതോടെ നിയമപരമായ സങ്കീർണതകൾ കുറക്കുകയും രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് കരുത്താകുകയും ചെയ്യും എന്നുള്ളതാണ് പുതിയ വിലയിരുത്തൽ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.